തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള അഴിച്ചുപണിക്ക് മുന്നോടിയായി കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഉടനെ നീക്കാനുള്ള എതിർപക്ഷത്തിന്റെ നീക്കം പൊളിഞ്ഞു. കുമ്പക്കുടിയുടെ വിരട്ടലിൽ ഹൈക്കമാൻഡ് തടയിട്ടതോടെ നേതൃമാറ്റ ചർച്ചകൾക്ക് തൽക്കാലം കൂട്ടുവീണു. സുധാകരനുമായി മുന്നോട്ട് പോകാനാവില്ലെന്ന നിലപാടാണ് വി ഡി സതീശനെ അനുകൂലിക്കുന്നവർക്കുള്ളത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫ് മികച്ച വിജയം നേടുകയും ഇടതുകോട്ടകൾ പലതും തകർന്നടിയുകയും ചെയ്തുവെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അടുത്ത വർഷം മേയിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഹൈക്കമാൻഡ്. ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് കെ സുധാകരനും അവകാശപ്പെട്ടതാണെന്ന് സുധാകരൻ പറയുന്നു. സുധാകരനെ ഒഴിവാക്കാനുള്ള നീക്കം പാർലമെന്ററി പാർട്ടിക്കൊപ്പം സംഘടനയെയും കൈപ്പിടിയിൽ ഒതുക്കുവാനുള്ള സതീശന്റെ തന്ത്രമായാണ് കുമ്പക്കുടി വ്യാഖ്യാനിക്കുന്നത്. ഈഴവ സമുദായ അംഗമായ സുധാകരനെ മാറ്റി ക്രൈസ്തവ സമുദായ നേതാവിനെ പ്രസിഡന്റാക്കാനുള്ള ശ്രമം തിരിച്ചടിയാവുമെന്ന് സുധാകരനൊപ്പമുള്ളവർ ഹൈക്കമാൻഡിനെ അറിയിച്ചു. പിന്നോക്ക സമുദായങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കെ ഈ നീക്കം ദോഷം ചെയ്യുമെന്ന അഭിപ്രായമാണ് രമേശ് ചെന്നിത്തലയ്ക്കും മുരളീധരനും ശശി തരൂരിനും തുടങ്ങിയ നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. മുതിർന്ന നേതാവ് എ കെ ആന്റണി ഇതേ വികാരമാണ് കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള നേതാക്കൾ തമ്മിലുള്ള വടംവലിയും നേതൃമാറ്റ ചർച്ചകളും പാർട്ടിയിൽ കൂടുതൽ അനൈക്യം സൃഷ്ടിച്ചതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് കടുത്ത അമർഷത്തിലാണ്. അനവസരത്തിലുള്ള ഇത്തരം ചർച്ചകൾ നിർത്തി ഐക്യത്തിൽ ശ്രദ്ധിക്കാനാണ് കേരള നേതാക്കൾക്ക് കർശന നിർദ്ദേശം നൽകിയത്. കെ സി വേണുഗോപാലിനും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ്. കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ഈ ലക്ഷ്യം മുൻനിർത്തി സംസ്ഥാനത്തെ വിവിധ തലങ്ങളിലുള്ള നേതാക്കളുമായി ചർച്ച നടത്തി ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോരുകൾക്ക് തടയിട്ടത്. അതേസമയം പാർട്ടി ഐക്യത്തിന്റെ പാതയിലേക്കാണെന്ന് ബോധ്യപ്പെടുത്തുവാൻ സുധാകരനും സതീശനും ചേർന്ന സംയുക്ത വാർത്താ സമ്മേളനം നടത്തണമെന്ന നിർദ്ദേശം പാലിക്കപ്പെടാത്തതിൽ ദീപാദാസ് മുൻഷിക്ക് അമർഷമുണ്ട്, കടുത്ത അമർഷമാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 63 സീറ്റിൽ വിജയസാധ്യതയുണ്ടെന്ന മട്ടിൽ സതീശന്റെ അനുയായികൾ നടത്തിയതായി പറയുന്ന സർവേക്കെതിരെ കഴിഞ്ഞ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉയർന്ന കടുത്ത വിമർശനം ഇതുവരെയും അടങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു സർവേ നടത്തിയിട്ടില്ലെന്ന് സതീശൻ പറയുന്നു. മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കാൻ സ്വന്തം പക്ഷത്തുള്ള MLA-മാരുടെ എണ്ണം കൂട്ടാനുള്ള തന്ത്രമായിട്ടാണ് എതിർപക്ഷം അതിനെ കാണുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് MLA-മാരിൽ അനുകൂലിക്കുന്നവരുടെ മുൻതൂക്കമാണ് ചെന്നിത്തലയ്ക്ക് പകരം സതീശനെ പ്രതിപക്ഷ നേതാവാക്കാൻ സാഹചര്യം ഒരുക്കിയത്. ഏതായാലും ഒരു കൂട്ടയടിയാണ് ഒഴിവായത്. പക്ഷെ അത് ശാശ്വതമല്ല. ഇപ്പോഴത്തെ മലയോര ജാഥ സമാപിക്കുമ്പോൾ തന്നെ അടി വീണ്ടും തുടങ്ങുമെന്നാണ് പല നേതാക്കളും പങ്കുവയ്ക്കുന്നത്.